സാവകാശമായ കാലാവസ്ഥാ വ്യതിയാനം ഹൈറേഞ്ചിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ 70% സസ്യാവരണം മനുഷ്യ ഇടപെടലുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പടിഞ്ഞാറുനിന്ന് വരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുവാനുള്ള ആ വൃക്ഷ സമ്പത്ത് നമുക്കിപ്പോൾ മലയുടെ ഉച്ചിയിലില്ല. നെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ അന്യം നിന്നുകൊണ്ടേയിരിക്കുന്ന കൃഷികളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രദേശമൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ കിടക്കുന്ന പാടങ്ങളാണ് കൂടുതലായിട്ടും. കാരണം കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാലാവസ്ഥാ വ്യത്യാസം കാരണം കൃഷി മുമ്പോട്ട് നഷ്ടത്തിലാകുകയും അത് കാരണം ഫാസ്റ്റ് ഫുഡുകളിൽ പൊറോട്ട അടിച്ചും മറ്റും ഈ കടങ്ങളൊക്കെ വീട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെയുള്ളവർ ഉയരങ്ങളിലേക്ക് പോയാൽ ഉയരങ്ങളിൽ നിൽക്കുന്നവർ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ അതിനാണ് വംശനാശം എന്ന് നാം പറയുന്നത്. ഇവിടെ കർഷകർ തിരിച്ചറിയാതെ പോകുന്നത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം കർഷകരുടെ സംരക്ഷണം കൂടിയാണ് എന്നുള്ളത്. പശ്ചിമഘട്ടം ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു കൃഷിയും ഇവിടെ ഉണ്ടാവില്ല. ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന തലമായിട്ടുള്ള ഗ്രാമസഭയ്ക്ക് പരമാധികാരം കൊടുക്കുന്ന നിർദ്ദേശമാണ് ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ചത്. പാരമ്പര്യേത ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറിയും ഒപ്പം തന്നെ നമുക്ക് കർഷക പങ്കാളിത്തത്തോടു കൂടിയുള്ള വനവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കിയും കാലാവസ്ഥാ മാറ്റത്തിന് തടഞ്ഞു നിർത്താനുള്ള സംവിധാനങ്ങളിലേക്ക് നമുക്ക് മാറാൻ കഴിയും. കൂടുതൽ ആളുകൾ ഹൈറേഞ്ചിലേക്ക് വരരുത്, കൂടുതൽ വീട് വരരുത്, കൂടുതൽ പുക ഉയരരുത്. കൊച്ചി നഗരത്തിൽ ജീവിക്കുന്നത് പോലെ അവിടെയുള്ള ആഡംബരങ്ങളും ആർഭാടങ്ങളുമെല്ലാം ഇടുക്കിയിലെ മലനിരകളിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. മനുഷ്യൻ്റെ സ്വാസ്ഥ്യമാണ്. അവൻ്റെ ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉൾക്കൊള്ളുന്ന സ്വാസ്ഥ്യത്തിൻ്റെതായ പുതിയ ഒരു ഇക്കോളജിക്കൽ ഗവേണൻസാണ് നമുക്ക് വേണ്ടത്.